പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിനോടമായ കർത്താവെ, എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ അങ്ങയെ അനുഗമിച്ച് ഞങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക പത്രോസിൻ്റെ ചോദ്യത്തിനുത്തരമായി അങ്ങ് നൽകിയത് ഈ ലോക ജീവിതവും വരുവാനിരിക്കുന്ന ലോകത്തിൽ 100 ഇരട്ടി നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിച്ചു. നിരാശനായിപ്പോയ യുവാവിൻ്റെ നിരാശ കണ്ടുകൊണ്ട് പത്രോസും കൂട്ടരും ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ ആർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും? ദൈവം നിശ്ചയിക്കാതെ, ദൈവത്തിൻ്റെ കരുണ കൂടാതെ ആർക്കും രക്ഷയിലേക്ക് കടന്നു വരുവാൻ കഴിയുകയില്ലെന്ന് കർത്താവെ നീ ഓർമ്മിപ്പിച്ചു. നിൻ്റെ കാരുണ്യവും സ്നേഹം അനുഭവിച്ചറിഞ്ഞൊരു ദിവസമാണിന്ന്. നിൻ്റെ കരുണയിൽ ഞങ്ങളെ ഓരോരുത്തരെയും നിലനിർത്തണമേ. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നീ തന്നതൊക്കെ നിൻ്റെ ദാനമാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ. കാരുണ്യവാനായ കർത്താവെ, ഈ ദിവസം സമ്പൂർണ്ണമായിട്ടും നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ എത്ര കരുതലോടെയാണ് നീ ഞങ്ങളെ നയിച്ചതെന്ന് ഞങ്ങളറിയും. നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈതന്യവും നിൻ്റെ കരുതലും ഓരോ നിമിഷം അനുഭവിച്ചറിയുന്ന ഞങ്ങൾ നിന്നെ അനുദിനവും മഹത്വപ്പെടുത്തി ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുവാൻ നീ കൃപ നൽകണം. കർത്താവ്, ഇന്നത്തെ ഈ ദിവസത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നീ തന്ന എല്ലാ ദാനങ്ങളെയും ഞങ്ങൾ ഓർക്കും. വിശുദ്ധ പോലെ സമ്പൂർണമായിട്ടും പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്നുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥനയിലൂടെ അമ്മ വഴിയായി പുത്രനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വിളിക്കുന്ന നല്ല ദൈവമേ, അമ്മയുടെ മാധ്യസ്ഥ ഞങ്ങൾക്ക് എപ്പോഴും ലഭിക്കുവാനിടയാക്കണം. യൂതന്മാരുടെ രാജാവായ നസ്രക്കാരൻ യേശുവെ പെട്ടെന്നുള്ള മരണത്തെ അപകടനകളെ കാത്തുകൊള്ളണമേ. പ്രഭാതത്തിൽ എഴുന്നേറ്റാക്കി മഹത്വപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.